ഗുഡ് മോർണിംഗ് ഗൈസ്. സൗണ്ട് കുറഞ്ഞ ഗുഡ് മോർണിംഗ് ആണ്. സമയം ഇപ്പം 4:15. അപ്പം ഇന്നാണ് നമ്മുടെ ടൂർ ഡേ. അപ്പം രാവിലെ എണീച്ച് റെഡിയായി. ഇവിടെ നിന്ന് ഒരു 5 മണിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ റെഡിയാവാൻ പോവുകയാണ്. ഇപ്പം രാവിലത്തെ പരിപാടി കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല കട്ടനടിക്ക് ഇഞ്ചി ചായ. ഇതെന്തായാലും ദമ്മിടട്ടല്ലേ. ഇനി ദമ്മിടുമ്പോൾ ഇത് മറ്റേ മസാല. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ റെഡിയായതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇതിനു മുമ്പുള്ള സീനൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ടൂർ ഡേ. സമയം 5:10. നമ്മളിവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും റെഡിയായിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി മുഴുവൻ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിസി വിത്ത് പാക്കിങ്. സ്നാക്സുമായിട്ട് വണ്ടി കയറ്റാൻ വേണ്ടി പോവാം. നമുക്ക് കൊണ്ട് ട്രാവലർ എത്തിയിട്ടുണ്ട്. അരുണാട്ടം എന്നാ ബിരിയാണിയാ? അരുണാട്ടം ബിരിയാണി വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. ഓൾ സെറ്റ്. ജിൻസി ഷീന തേക്കുന്ന ഉടുപ്പ് ഈ ടീപ്പൂല് വെച്ചാൽ മതി എന്ന് പറയാം. കയറി സീറ്റ് പിടിക്കാം. ജിൻസി ചേച്ചി എന്താണ് ആലോചിക്കുന്നത്? അത് നിങ്ങളുടെ കണ്ണെല്ലാം മൾട്ടി കണ്ണായിട്ട് കാണുന്ന എല്ലാം ഫുള്ള് റെഡിയായി. നമ്മൾ പുറപ്പെട്ടു. പിന്നെ നേരം വെളുത്തിട്ട് കാണാം. നമ്മുടെ 2 സിസ്റ്റേഴ്സ് വരുന്നുണ്ട്. നേരെ ഒന്ന് വെളുത്ത് വന്നപ്പോഴാണ് ഞാൻ ഉറക്കണീച്ചത്. കുറച്ച് പേര് ഉറങ്ങി, കുറച്ച് പേര് ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു. അപ്പോൾ രാത്രിയിൽ തീരെ ഉറക്കം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സംസാരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം ഉറങ്ങിയൊന്നുമില്ല. അപ്പോൾ ആ ക്ഷീണം മൊത്തം നമ്മൾ നേരെ ഒന്ന് വെളുക്കുന്നവരെ തീർത്തു. സത്യം പറഞ്ഞാൽ ഈ വ്യൂ കിട്ടിയാരാ എന്നെ വിനയിച്ച് തട്ടി ഉണർത്തുക ചെയ്തേ. അപ്പോൾ ആ ഉറക്കപ്പിച്ചിലാണ് ഞാൻ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം അതിൻ്റെ വിശപ്പും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഉറക്കാണ്. എല്ലാവരും ഓണായി വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ നല്ല കോടയുണ്ടായിരുന്നു. വണ്ടിയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലും പ്രത്യേകിച്ച് വയനാട്, മൂന്നാറൊക്കെ നല്ല രീതിയിൽ കോടയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോയ റൂട്ടൊക്കെ നമുക്ക് നല്ല കിടിലൻ വ്യൂ കിട്ടിയിട്ടുണ്ടായി. ഫസ്റ്റ് പരിപാടി ചായ കുടിയാണ്. പനമരം കോഫി ഹൗസിലാണ് കയറിയത്. എല്ലാവരും ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. ഞാനും വിനേശും കൂടെ ഇഡ്ഡലി 2 സെറ്റ് പറഞ്ഞു കഴിക്കാൻ പോവാം. ചായ കുടി കഴിഞ്ഞ് പിന്നെയും യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് കവർ ചെയ്യാൻ പോയതിന് 900 കണ്ടിയാണ്. ഫസ്റ്റ് ടൈമാണ് 900 കണ്ടി പോകാൻ പോകുന്നത്. ജീപ്പിലാണ്. ജീപ്പേ അങ്ങോട്ട് പോവുള്ളൂ. ഒരു ജീപ്പിൽ 7 പേര്. ഒരു ജീപ്പിന് 1500 രൂപയാണ്. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ എൻട്രി ഫീ ഉണ്ട്. അവിടെ പല ആക്ടിവിറ്റീസും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോകേണ്ട ഫസ്റ്റ് ജീപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ജീപ്പ് വരുന്നുണ്ട്. അപ്പം ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ പോകാൻ പോകുന്ന ജീപ്പാണ് ഇത്. യെല്ലോ ജീപ്പ്. നമ്മൾ അങ്ങനെ ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗിൽ മൊത്തം എത്തിയാണ്. അയ്യോ, ഇതാ നമ്മളെ സിസ്റ്റർ
സിസ്റ്റർ റസീന സിസ്റ്റർ. നമ്മള് 2 സെറ്റായിട്ടാണ് പോകുന്നത്. അതിലൊരു ടീം ഈ ജീപ്പിലുണ്ട്, പിന്നെ നമ്മള് ഈ ഒരു ജീപ്പിൽ. നമ്മളിപ്പോ ബോച്ചെ 1000 ഏക്കർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നേരെ കാണുന്നിടത്താണ് അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ, കള്ള് ഷാപ്പ് തുടങ്ങിയൊക്കെ വരുന്നത് അവിടെയാണ്, ഈ നേരെ കാണുന്നിടത്ത്. ഓ, നമ്മൾ ഈ കാണുന്ന മല തുറന്നിട്ടാട്ടോ തുരങ്കപാത കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അവിടത്തേക്ക് 14 കിലോമീറ്ററോളം ഉണ്ട്. ജീപ്പ് മാത്രമേ പോവുള്ളൂ. നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ നമ്മൾ വരുന്ന വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് നമ്മൾ എന്തായാലും ജീപ്പ് ചൂസ് ചെയ്തിട്ട് പോകണം. നമ്മൾ നേരത്തെ ദൂരെന്ന് കാണിച്ചെന്ന ബോച്ചെ 1000 ഏക്കർ സ്റ്റേ ഒക്കെ വരുന്നത് എവിടെയാട്ടോ? നമ്മുടെ മറ്റേ ടീം നേരെ മുമ്പിൽ ജീപ്പിൽ പോകുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജയന്റ് സ്വിങ് കാര്യങ്ങളൊക്കെ. നമ്മൾ പോകാൻ പോകുന്നിടത്തും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ തുരങ്കപാത. ഇവിടുന്ന് തുറന്നിട്ട് 7 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് തുരങ്കപാത വരാൻ പോകുന്നത്. ഇത് പ്രോപ്പർ എന്ന സ്ഥലപ്പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മീനാക്ഷി ബ്രിഡ്ജ്, അതാണ് പ്രോപ്പർ പറയാ. റോഡ് തന്നെയാട്ടോ നമ്മുടെ ചൂരൽമല മുണ്ടക്കയം ഉരുൾപൊട്ടൽ നടന്നിട്ടില്ല. നമ്മള് ആ റൂട്ടല്ല, പക്ഷെ ഈ ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോവും. ഇതിപ്പോ നേരത്തെ പറഞ്ഞില്ലേ തുരങ്കപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയും. ഈ ഫോട്ടോ കാണുന്നുണ്ടോ? ഈ ഒരു രീതിക്കാണ് ഇവിടെ തുരങ്കപാത വരാൻ പോകുന്നത്. 8 കിലോമീറ്റർ. ഇവിടെ നിന്നാണ് ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഏത് വണ്ടി വന്നാലും ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പം നമ്മുടെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ജോബിയൊക്കെ തെറിച്ച് താഴോട്ട് പോവാ. സൂപ്പർ. 900 കണ്ടിലേക്കുള്ള യാത്ര നല്ലൊരു അതിമനോഹരം. എന്നാ എടുത്തോ, എന്റെ സ്ഥലം കാണിക്കട്ടെ. വീഡിയോ വീഡിയോ. ഷീനോ ഹായ് 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 ഹലോ ഹലോ. ഏകദേശം 7 കിലോമീറ്ററോളം ഈ ഒരു ടൈപ്പ് റോഡാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ 900 കണ്ടി പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ 900 ഏക്കറാണ്. അപ്പം ഏക്കറിന് പണ്ട് കാലത്ത് കണ്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് അങ്ങനെ 900 കണ്ടി എന്ന് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നരിവേട്ട മൂവിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ അകത്തുനിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ കുറേ പ്രൈവറ്റ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ പാക്കേജ് കിട്ടും. അതിൽ ട്രക്കിങ് വരും, മുകളിലത്തെ ആക്ടിവിറ്റി വരും, കാര്യങ്ങൾ വരും, സ്റ്റേ വരും. അത്തരത്തിലൊക്കെയാണ് ഇവിടെ റിസോർട്ടിൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് വനം വകുപ്പിൻ്റെ ഏരിയ കേട്ടോ, പക്ക ഫോറസ്റ്റാണ്. ഫോറസ്റ്റിലാണ് ഈ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത്. ആനിമൽ പാസിംഗ് ഏരിയയും കൂടെ കേട്ടോ. നമുക്ക് മുമ്പേ വന്ന ടീം ഇവിടെ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഓ ഇത് എക്കോ പാർക്ക് അല്ലേ? നമ്മളിപ്പോ പോകാൻ പോകുന്ന എങ്ങോട്ട്? നമ്മള് സ്കൈ പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. എക്കോ പാർക്ക്, സ്കൈ പാർക്ക്, അങ്ങനെ 2 ഏരിയാസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മള് ചൂസ് ചെയ്തത് സ്കൈ പാർക്കാണ്. ഓ
നമുക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിടത്തും കറങ്ങുമല്ലോ. അങ്ങനെ ജീപ്പിന്റെ ടൈമിംഗ് അങ്ങനെ വ്യത്യാസം. പെർ ഹെഡ് അല്ല മൊത്തത്തില്. ഇത് വെള്ളം കാണുന്ന സ്ഥലം വെള്ളാട്ടാ. വെള്ളാട്ടാ. പായല് കെട്ടിക്കിടന്നിട്ട് മനസ്സിലാവുന്നില്ല. അത് അറിയാത്ത ആളാണെങ്കിൽ പെട്ടുപോകും. നമ്മള് സ്കൈ പാർക്കിലേക്ക് എത്താറായിട്ടോ. ഇവിടെ ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, സിപ്പ് സൈക്ലിംഗ്, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. നമ്മള് ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്തിട്ടാ. സ്കൈ പാർക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു 50-100 മീറ്റർ കുത്തനെയുള്ള കയറ്റാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 250 ആണ്. ആ 250 തന്നെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആവുമോ? നമ്മുടെ സാരഥി നമ്മ ഇതിൻ്റെ അകത്തേക്കാണ് വന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. കുറച്ച് നടക്കാനുണ്ട്. ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് അഡൾട്ടിന് 250, ചിൽഡ്രന് 100 രൂപയാണ്. അപ്പം നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോവാം. ആർ യു എക്സൈറ്റഡ്? ടു എക്സൈറ്റഡ്. നമ്മളങ്ങനെ പാർക്കിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ സമയം എന്ന് പറഞ്ഞാൽ 7 മണി ടു 5 മണിയാണ്. ഇത് പക്കാ ഫോറസ്റ്റ് ഏരിയ ആണ്. റേഞ്ച് കാര്യങ്ങളൊക്കെ കുറവാണ്. അതുപോലെ രാത്രിയാകുമ്പോൾ വന്യജീവികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 7 മണി ടു 5 മണി വരെയാണ്. അതിനുശേഷം കടത്തിവിടില്ല. ഇത് പകുതി വരെ പബ്ലിക് റോഡും പിന്നെ കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഉണ്ട്. ചില സ്ഥലത്ത് റോഡൊക്കെ ഈ ഒരു രീതിക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 100 മീറ്ററോളം നടക്കാനുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് ജീപ്പ് ഡ്രൈവറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡ്രോപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നും കഥച്ചൊക്കെ പോകേണ്ടി വരും. അല്ലേ അരുണേട്ടാ? പിന്നെ നമ്മൾ എല്ലാവരും കുറച്ചുകൂടി അഡ്വഞ്ചർ ഇതാക്കുന്നതുകൊണ്ട് സിസ്റ്ററൊക്കെ കണ്ട നല്ല പാത്തുമ്മയായിട്ട് സിസ്റ്ററൊക്കെ നമ്മുടെ ഇവിടെ നടന്നു വരുന്നുണ്ട്. ഒരു സിസ്റ്റർ ഫുള്ള് സെറ്റിലാണ്. സിസ്റ്റർ ഓസ്ട്രേലിയയിൽ പോയിട്ട് വന്ന ഹാങ് ഓവർ വിട്ടില്ല. അപ്പൊ വിത്ത് കോസ്റ്റ്യൂമാണ് സിസ്റ്റർ നമ്മളോട് ഉള്ളത്. അയ്യോ, ഇനി എൻജോയ് ദ സിംഗ്. നല്ലൊരു ഷോട്ട് കിട്ടും. വിനേജ് വിചാരിച്ചാൽ നല്ലൊരു ഷോട്ട് കിട്ടും. ബ്രിഡ്ജിലേക്കാട്ടാ പോന്നെ. അല്ല, ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മളിവിടെ ഫുട് വെയർ റിമൂവ് ചെയ്തിട്ട് വേണേ കയറാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് ബ്രിഡ്ജാണിത്. നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇത് ചെറുതാണല്ലേ. എല്ലാവരും കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, മാരക വ്യൂ. ഞാൻ താഴോട്ട് നോക്കുന്നില്ല. ഇല്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. അപാര വ്യൂ, കിടിലൻ. അപ്പൊ നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ? ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. അതെ, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യാതെ കാണുക. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജും ഈ വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് എല്ലാവരും മുഖത്തുമുണ്ട്. ഞാൻ മിസ്സായി പോകുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇല്ല, എനിക്ക് മിസ്സായില്ല. ഇത് കാണാനുണ്ട് എനിക്ക്. കിടലിനാണ്. ചേച്ചി, നമ്മുടെ നല്ല മെമ്മറീസ് അല്ലേ ഇത്? അവസാനത്തെയും ആദ്യത്തെയും
ഹാപ്പിനെസ് ഡോക്യുമെന്റേഷൻ. അപ്പൊ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയതിന് കുറെ ആൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചെറിയൊരു ആട്ടം ഉണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മൾ കയറുന്ന സമയം അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. എല്ലാവരും ഒന്നിച്ചാൽ കടത്തി വിടുകയും ചെയ്ത്. 100 പേരുടെ കപ്പാസിറ്റിയുള്ള ബ്രിഡ്ജാട്ടാ. ചെറിയ ആട്ടം ഉണ്ടെങ്കിലും നമുക്കത് വലിയ പ്രോബ്ലം ഒന്നുമില്ല. അതിന് അവർ അഷുറൻസ് തരുന്നുണ്ട്. ഒരു തവണ നമുക്ക് 100 പേർക്ക് ഇവിടെ കയറാൻ പറ്റും. ഇവിടെ ഇവർ ഏറുമാടത്തിൽ കയറാൻ പോകുന്നുണ്ട്. ഞാൻ തൽക്കാലം കയറുന്നില്ല. സ്റ്റെപ്പ് കയറേണ്ട ശേഷിയില്ല. അല്ലേ ജിൻസേച്ചി കയറുന്നില്ലേ? അപ്പോൾ ഇവരെ കയ്യിൽ ഞാൻ ഫോൺ ഏൽപ്പിക്കുന്നുണ്ട്. അവർ പോയിട്ട് മുകളത്തെ വ്യൂവും കാര്യങ്ങളെല്ലാം എടുക്കും. അടുത്തതായി നമ്മൾ കയറാൻ പോകുന്നത് ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് ആണ്. നമ്മ എല്ലാവരും കയറുന്നില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം നമ്മളെ ആളെ മാറ്റി. ഏലക്ക കണ്ടോ? ഏലക്ക ഇത് വലിയ സ്റ്റീപ്പല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പതുക്കെ പതുക്കെ കയറാം. വെറുതെ പൈസ കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. തല കറങ്ങുന്നതെല്ലാം ഉണ്ട്. എൻ്റെ അമ്മേ, ഏകദേശം നമ്മളെത്തി. ലാസ്റ്റ് പടിയിലേക്ക് കയറാൻ പോകുന്നു. ഓ, അടിപൊളി വ്യൂ. ഇത് നമ്മുടെ ബ്ലോഗറെ താഴെ ഉണ്ട് കേട്ടാ, വരുന്നില്ല. ബ്ലോഗർക്ക് പേടിയായി പോയി. അവിടുന്ന് അഭിപ്രായം നമ്മളൊക്കെ തകർക്കാൻ വെച്ച്. നമ്മള് ഗ്ലാസ് ബ്രിഡ്ജ് കയറി. ഇവിടെ ഇപ്പോൾ 6 വർഷമായിട്ട് തുടങ്ങിയതാട്ടാ. 900 കണ്ടി ആക്ടിവിറ്റീസും ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. അതിനു മുമ്പ് ഇത് ഏലം കൃഷി ചെയ്യുന്ന ഏരിയ ആണെന്നാണ് ഇവിടുത്തെ ഗൈഡ് ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ 6 വർഷത്തോളമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട്. ഒന്നുകൂടെ ശക്തിയായിട്ട്. അരുണേട്ട സ്പീഡിൽ കറക്കി വിട്. അയ്യോ, മാറി മാടിച്ചേക്കല്ല. നമ്മളെ ഇവിടുത്തെ 1 അവർ കഴിഞ്ഞു. ഡ്രൈവർ വിളിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി അധിക സമയം വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. നമ്മളിവിടെ 1 അവർ മാത്രമേ നിൽക്കുന്നുള്ളൂ. അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും 900 കണ്ടി അടിപൊളിയായിട്ടോ. വെർത്തായി. നമ്മൾ എൻജോയ് ചെയ്തു. അതാണ് മെയിനായിട്ട്. ഓടി നടന്ന് കുറേ സ്ഥലങ്ങൾ കാണാനല്ല, വന്ന സ്ഥലം മാക്സിമം എൻജോയ് ചെയ്യുക. ആ ഒരു സ്കീമിലാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ 2 പാർക്കുകളാണുള്ളത്. ഒന്ന് ഇക്കോ പാർക്ക്, ഈ കാണുന്നത്. നമ്മൾ പോയത് സ്കൈ പാർക്ക്. 2 സ്ഥലത്തും ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കുറച്ചുകൂടെ കാണാൻ നല്ലതെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വണ്ടി നമ്മൾ ഇതിലാണ് കേട്ടോ പോയതും ഇറങ്ങി വരുന്നതും. ചാച്ച പറ, ചാച്ച എന്നെ കൂട്ടാണ്ട് പോവോ? ഇവരെന്നെ കൂട്ടാതെ പോകുന്നതാണ് ഒന്ന്. ശരിക്കും പോയതിലും നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഓഫ് റോഡിങ് പക്ക ഫീൽ ചെയ്തത് നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്തായിരുന്നു. പിന്നെ നമ്മളെ അത്രയും കെയർ ചെയ്ത് നല്ല രീതിയിലാണ് അവരവിടുന്ന് നമ്മുടെ കൂടെ വന്ന് ഡ്രൈവേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്. അവരെല്ലാ ഡീറ്റെയിൽസും ഓരോ സ്ഥലത്തെത്തുമ്പോൾ കൃത്യം പറയുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു.
ഞാനിപ്പോഴും പറയുന്നു, വയനാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും 900 കണ്ടി മിസ് ചെയ്യാതിരിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു തവണ ഇവിടെ വരുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മളെ ഇറക്കി ട്രെക്കിങ്ങും കഴിഞ്ഞ് ജീപ്പ് പോയി.